കഥയുമായി വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇല്ലാത്ത ഒരു ബന്ധന ഗ്രന്ഥത്തിൻ്റെ കഥ പറഞ്ഞ തെന്നാലിരാമൻ. തെന്നാലിരാമൻ്റെ കഥകളൊക്കെയും കേൾക്കാൻ രസകരമുള്ളതാണ്. ഈ കഥയും ഒന്ന് കേട്ടു നോക്കൂ. പണ്ഡിതന്മാരെ സ്വാഗതം ചെയ്യുന്നതിൽ അതീവ തൽപരനായിരുന്നു മഹാരാജ കൃഷ്ണദേവരായർ. അനേകം സദസ്സുകളിൽ വിജയം കൈവരിച്ച ഒരു പണ്ഡിതൻ ഒരിക്കൽ വിജയനഗരം കൊട്ടാരത്തിൽ വന്നു ചേർന്നു. ഇദ്ദേഹം ഒറീസ രാജാവിൻ്റെ ആസ്ഥാന വിദ്വാൻമാരിൽ പ്രമുഖനായിരുന്നു. പണ്ഡിതൻ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ വിദ്വാൻമാരെയെല്ലാം വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. ആ പണ്ഡിതൻ്റെ അറിവിനെപ്പറ്റിയും പ്രശസ്തിയെപ്പറ്റിയും കേട്ടിരുന്നതുകൊണ്ട് വിജയനഗരത്തിലെ വിദ്വാൻമാരൊന്നും അദ്ദേഹത്തോട് വാദപ്രതിവാദം ചെയ്യാൻ തയ്യാറായില്ല. രാജാവ് തെന്നാലിരാമനോടായി പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് അറിവുള്ളവരാരും ഇല്ല എന്ന് വരുന്നത് നമുക്ക് മാനക്കേടാണ്. തെന്നാലിരാമൻ ആ പണ്ഡിതനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തി നമ്മുടെ അന്തസ്സ് രക്ഷിക്കണം. രാജാവ് വളരെ വേദനയോടെയാണ് രാമനോട് അഭ്യർത്ഥിച്ചത്. തെന്നാലിരാമൻ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് രാജാവിനെ സമാധാനപ്പെടുത്തി. രാമൻ പോയി ഒരു ഗ്രന്ഥം പോലെ എന്തോ ഒന്ന് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചുകൊണ്ട് ഒറീസക്കാരൻ പണ്ഡിതൻ്റെ മുന്നിൽ പ്രവേശിച്ചു. വലിയ തത്വജ്ഞാനിയുടെ ഭാവത്തിലായിരുന്നു തെന്നാലിരാമൻ്റെ വരവ്. പണ്ഡിതൻ തെന്നാലിരാമൻ്റെ കയ്യിലെ ചുവന്ന പട്ടിലുള്ള കെട്ടുകണ്ട് ബഹുമാനത്തോടെ ചോദിച്ചു, അത് ഏത് ഗ്രന്ഥമാണ്? തെന്നാലിരാമൻ ഒരു മഹാപണ്ഡിതൻ്റെ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ഗാംഭീര്യം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, തിലകാഷ്ട മഹിഷബന്ധനം. ഇത്തരത്തിലൊരു പേരുള്ള ഗ്രന്ഥം ഇതുവരെ കേൾക്കാത്ത ആ വിദേശ പണ്ഡിതൻ വിഷമത്തിലകപ്പെട്ടു. എങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. തെന്നാലിരാമൻ പണ്ഡിതനെ വെല്ലുവിളിച്ചു. നാളെ ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം വാദപ്രതിവാദം. ഇങ്ങനെയൊരു പുസ്തകം കേട്ടറിവ് പോലുമില്ലാത്ത പണ്ഡിതൻ പക്ഷേ ഇക്കാര്യം പുറത്തു പറയാനും വയ്യാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടി. എങ്കിലും തെന്നാലിരാമൻ്റെ വെല്ലുവിളിയെ നിവൃത്തിയില്ലാതെ സ്വീകരിച്ചു. തിലകാഷ്ട മഹിഷബന്ധനത്തെക്കുറിച്ചോർത്ത് അന്ന് രാത്രി പണ്ഡിതന് ഉറങ്ങാനായില്ല. പിറ്റേന്ന് അതിരാവിലെ പണ്ഡിതൻ ചെന്ന് രാജാവിനെ മുഖം കാണിച്ച് തനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അയാൾ നാട്ടിൽ ചെന്ന് തിലകാഷ്ട മഹിഷബന്ധനം തേടി നിരാശനായിട്ടുണ്ടാകണം. കാരണം അങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല എന്നത് തന്നെ. പണ്ഡിതൻ പോയപ്പോൾ രാജാവ് തെന്നാലിരാമനെ വിളിച്ച് എങ്ങനെയാണ് പണ്ഡിതനെ കുഴപ്പത്തിലാക്കിയതെന്ന് ചോദിച്ചു. തെന്നാലിരാമൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. രാമൻ്റെ പുസ്തക കെട്ട് കാണുവാൻ തിരുമേനിക്ക് കൗതുകം തോന്നി. തെന്നാലിരാമൻ കുറച്ചു നേരം അങ്ങനെ ചിരിച്ചു. എന്നിട്ട് അയാൾ ആ ചുവന്ന പട്ടിൻ്റെ കെട്ടഴിച്ച് രാജാവിനെ കാണിച്ചു. അതിൽ കുറേ എള്ളും വിറകു ചുള്ളികളും ഒരു കയറും മാത്രം. ഇതിൽ പുസ്തകമെവിടെ? രാജാവിൻ്റെ ചോദ്യം. തിരുമേനി, തിലകാഷ്ട മഹിഷബന്ധനം എന്നത് പുസ്തകമല്ല. തിലം എന്നത് എള്ളും, കാഷ്ടം എന്നത് വിറകും, മഹിഷബന്ധനം എന്നത് പോത്തിനെ കെട്ടുന്ന കയറുമാണ്. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് അടിയൻ പണ്ഡിതൻ്റെ മുന്നിൽ കാണിച്ചത് ഇതാണ്, അല്ലാതെ പുസ്തകമൊന്നുമല്ല. തെന്നാലിരാമൻ താൻ ചെയ്ത കൗശലം വ്യക്തമാക്കി. രാജാവ് പൊട്ടിച്ചിരിച്ചു. കേട്ടുനിന്നവരും ഉറക്കെ ചിരിച്ചു. പണ്ഡിതനെ പരാജയപ്പെടുത്തി രാജ്യത്തിൻ്റെ മാനം രക്ഷിച്ചതിന് രാജാവ് തെന്നാലിരാമന് ഒരു രത്നമോതിരം സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു. വൈവിധ്യങ്ങളായ കഥകളുമായി വീണ്ടും വരാം. കഥകളൊക്കെ ഇഷ്ടമുള്ളവർ, കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.